ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും സ്വാഗതം. പഠിക്കുന്ന നിങ്ങൾ പലവിധ പരീക്ഷകൾ എഴുതേണ്ടി വരും. പരീക്ഷ പാസ്സാകാൻ വേണ്ടി മാത്രമല്ല, ജോലി കിട്ടാൻ വേണ്ടിയുള്ള പരീക്ഷ, ആ പരീക്ഷയും പാസ്സാകണം, ഇൻ്റർവ്യൂ ഒക്കെ പാസ്സാകണം. അത്തരം പരീക്ഷകളെ ഫേസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഉയർന്ന ചിന്താശക്തി ഉള്ളവരായിരിക്കണം. ചിന്തിക്കുക, ഇന്റലിജൻസ് അതൊരു സ്കില്ലാണ്. ഞാൻ മുൻപ് പല പ്രോഗ്രാമിലും പറഞ്ഞിട്ടുള്ളത് പോലെ, സ്കിൽ ഈസ് സംതിങ് യു ക്യാൻ ഗെറ്റ് ബൈ റിപ്പീറ്റഡ് പ്രാക്ടീസ്. ആവർത്തിച്ചുള്ള പ്രയത്നം വഴി കിട്ടേണ്ട ഒന്നാണ് സ്കിൽ. അതിനൊരൊറ്റ വഴിയുള്ളൂ, വീണ്ടും വീണ്ടും നിങ്ങൾ ആ ജോലി ചെയ്യുക. ഇന്ന് ഞാനൊരു ജോലി ചെയ്യുന്നത് 1 മണിക്കൂർ എടുക്കുമെങ്കിൽ അതേ ജോലി ദിവസവും ചെയ്യാമെങ്കിൽ 9ാം ദിവസം ഞാൻ അരമണിക്കൂർ പോലും എടുക്കില്ല. ഏത് പണിയും അങ്ങനെ തന്നെയാണ്. ഞാൻ എന്ത് പോയിരുന്നൊരു മരപ്പണി ചെയ്യാൻ പോയാൽ പൂർണ്ണ പരാജയമായിരിക്കും. പക്ഷേ ഞാനത് കണ്ടു പഠിച്ച് ആ മരപ്പണി ചെയ്യുന്ന ഒരാളെ നോക്കി പഠിച്ച് അവരെന്തൊക്കെ ചെയ്യുന്നു, അതെങ്ങനെ ചെയ്യുന്നു, അത് എന്തിനു ചെയ്യുന്നു, ഇത്രയും മനസ്സിലാക്കണം. എന്ത് ചെയ്യുന്നു, എങ്ങനെ ചെയ്യുന്നു, അത് എന്തിനു ചെയ്യുന്നു, ഇതെല്ലാം മനസ്സിലാക്കി കുറേശ്ശെ ശീലിച്ചാൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഞാനും അതുപോലെ സ്മാർട്ടാവും. അത്രേ ഉള്ളൂ. എന്തു പണിയും നിങ്ങൾക്ക് പഠിക്കാം, അത് ശീലിച്ചാൽ. ഒരു പണിയും നിങ്ങൾക്ക് അപ്രാപ്യമല്ല. ശീലമാക്കിയാൽ ലോകത്തെ എന്ത് പണിയും കീഴടക്കാനുള്ള അപാരമായ ഒരു തലച്ചോറ് നൽകി അനുഗ്രഹിക്കപ്പെട്ടവരാണ് നാം എല്ലാം. പക്ഷെ അത് എത്രത്തോളം ഉപയോഗിക്കുന്നു, എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതനുസരിച്ച് നമ്മുടെ ഔട്ട്പുട്ട് മാറും. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നിങ്ങളോട് പറയാനുള്ളത് ഇതാണ്: ചിന്തിക്കൂ, ഒരുപാട് ചിന്തിക്കൂ. ചിന്തിക്കുന്ന ദുശ്ചിന്തകൾ വേണ്ട, നല്ല ചിന്തകൾ. നന്നായിട്ട് ചിന്തിക്കൂ. ഒരുപാട് പ്രശ്നങ്ങളെക്കുറിച്ച് ചിന്തിച്ച് അതെങ്ങനെ പരിഹരിക്കാമെന്ന് ചിന്തിക്കൂ. പസിൽസ് കണ്ടെത്തി സോൾവ് ചെയ്യാൻ ശ്രമിക്കൂ. പത്രങ്ങളിൽ വരുന്ന സുഡോക്കു, ദിവസവും പത്രങ്ങളിൽ സുഡോക്കു വരുന്നുണ്ട്. ആദ്യ കാലങ്ങളിൽ നിങ്ങളത് സോൾവ് ചെയ്യില്ല, ഉറപ്പാണ്. പക്ഷെ 1 വർഷത്തോളം നിങ്ങൾ സ്ഥിരമായിട്ട് അത് ചെയ്താൽ 2ാം വർഷം ഏത് സുഡോക്കു നിങ്ങൾ മിനിറ്റുകൾ കൊണ്ട് സോൾവ് ചെയ്യും. ഉറപ്പ് തരാം ഞാൻ. റൂബിക്സ് ക്യൂബ് ആ ദിവസം നിങ്ങൾ കാണുമ്പോൾ പകച്ചു നിൽക്കും. എന്ന് കണ്ണും കെട്ടിക്കൊണ്ട് 1 മിനിറ്റിനകത്ത് സോൾവ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവർ ജന്മന ആ കഴിവായിട്ട് വന്നവരാണോ? അല്ല. അവരത് വാശിയോടെ റിപ്പീറ്റഡ് പ്രാക്ടീസ് വഴി ആദ്യം കണ്ണൊക്കെ തുറന്നു വെച്ച് അതിനെ എങ്ങനെ നേരെയാക്കാമെന്ന് പഠിച്ച്, പിന്നെ കണ്ണ് കെട്ടി വെച്ചുകൊണ്ട് ചെയ്ത് അങ്ങനെ ശീലമുണ്ടാക്കിയവരാണ് അവർ. അല്ലാതെ ഒരു ദിവസം കൊണ്ട് ആരും ഒന്നും നേടിയിട്ടില്ല. there is no shortcut to success. വിജയത്തിലേക്ക് ഒരു ഷോർട്ട് കട്ട് ഇല്ല. റിപ്പീറ്റഡ് പ്രാക്ടീസ് ഈസ് ദ only go. അതുകൊണ്ട് ചിന്തിക്കൂ. ഈവൻ കുസൃതി ചോദ്യങ്ങൾ ചെയ്യുന്നത് പോലും നിങ്ങൾക്ക് നല്ലതാണ്. ഉദാഹരണത്തിന്, ഇങ്ങനെ ഞാനൊരു ചോദ്യം ചോദിക്കുന്നു: രാത്രി പ്രശ്നം ഉണ്ടാക്കുന്ന ജില്ല ഏത്? ഇങ്ങനെ ചോദ്യം വരുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് തിരുവനന്തപുരം, കൊല്ലം, കോഴിക്കോട് എന്നൊക്കെ ആയിരിക്കും. പക്ഷേ ഇത് കുസൃതി ചോദ്യമാണ്. അപ്പൊ ജില്ലകളുടെ പേര് പറഞ്ഞിട്ട് കാര്യമില്ല. ആ കുസൃതി ചോദ്യത്തിന് അതിൻ്റെതായ ഒരു ശൈലിയുണ്ട്. ആ രീതി ചിന്തിക്കൂ. കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഉത്തരം കിട്ടും. വോൾട്ടേജ് ഇല്ല. എന്താ? രാത്രി പ്രശ്നം ഉണ്ടാക്കുന്ന ജില്ല ഏതെന്നായിരുന്നു ചോദ്യം. വോൾട്ടേജ് ഇല്ല എന്ന് പറയുമ്പോൾ ജില്ല എന്ന 2 അക്ഷരത്തിൽ ആ വാക്ക് അവസാനിച്ചു. ഇത് പറയണമെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിക്കണം. ഈ കൊച്ചു കാര്യത്തിനുള്ള കൊച്ചു ചിന്തകളിൽ തുടങ്ങിയാവട്ടെ നിങ്ങളുടെ ചിന്താശക്തി. ചെറുതായി തുടങ്ങിയാലേ വലുതാവും. ആദ്യമേ വലിയ കാര്യങ്ങളിൽ പോകാൻ പ്രയാസമാണ്. പേടിപ്പിച്ചു പോവും, പതറിപ്പോവും, പിന്നെ നമ്മൾ വേണ്ടാന്ന് വയ്ക്കും. അതുകൊണ്ട് പറഞ്ഞ കുസൃതി ചോദ്യങ്ങളിലൊക്കെ ആദ്യം പോകും. ഇപ്പോൾ വാക്കകത്ത് വയ്ക്കാൻ പറ്റിയ ഗേറ്റ് ഏത് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടും: കോൾഗേറ്റ്. അല്ല, ഞാൻ ചോദിക്കുന്നത്, നാമലോക പീഠിക ഏത് സ്ഥലമാണ്? നാമലോക പീഠിക, നാമം പേര്, ലോകത്തിന് പര്യായം ഊര്, പീഠികയ്ക്ക് പര്യായം കട. നാമലോക പീഠിക, പേര്, ഊര്, കട, പേരൂർ കട. അല്ലെ, ചൂതം മൂഷിക തീരം ഏത് സ്ഥലം? ചൂതം മൂവ്, മാവ്, മാവ്. മൂഷികം എലി, തീരം കര, മാവ് എലി, കര, മാവ് എലി, കര. അല്ലെ, ദൂരെ ഒരു ദിവസം ആരാണ്? ദൂരെ ഫാർ, ഒരു എ, ദിവസം ഡേ, ഫാർ എ ഡേ, ആരുടെ? ഫാരഡേ. ഇതുപോലുള്ള ചോദ്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്തോളൂ, നല്ലതാ. ഞാൻ എൻ്റെ പരിചയത്തിലുള്ള 1000-ഓളം അധ്യാപക സുഹൃത്തുക്കൾക്ക് ദിവസം ഇത്തരം 2 ചോദ്യം വഴി ദിവസം ഞാൻ കൊടുക്കുന്നുണ്ട്. അത് അവർ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. അങ്ങനെ കുറെ കുഞ്ഞുങ്ങൾ നന്നാവുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. നിങ്ങളും ഇത്തരം ചോദ്യങ്ങളെ കണ്ടെത്തൂ. പിന്നെ പസിലുകൾ കണ്ടെത്തി സോൾവ് ചെയ്യൂ. ശകുന്തളാദേവി പസിൽസ് എന്നൊരു ബുക്കുണ്ട്. അത് വാങ്ങിച്ചാൽ അതിൽ പസിൽസ് എല്ലാം നല്ല ടഫ് പസിൽസ് ആണ്. അതൊക്കെ സോൾവ് ചെയ്യാൻ നിങ്ങൾ പഠിച്ചാൽ ഒരുപക്ഷെ ആദ്യമൊക്കെ നിങ്ങൾക്ക്
ഒരുപാട് സമയം വേണ്ടി വരും. അതിനകത്ത് ചോദ്യം ഉത്തരവുണ്ട് കേട്ടോ. പക്ഷെ ചോദ്യം വായിച്ച് അറിഞ്ഞുകൂടെങ്കിൽ ഉടനെ കയറി ഉത്തരം നോക്കരുത്. എങ്ങനെയെങ്കിലും തന്നെത്താനെ സമയമെടുത്ത് 1-2 ദിവസം ചെലവഴിച്ചാലും കുഴപ്പമില്ല. ഉത്തരം തന്നെത്താനെ കണ്ടെത്താൻ ശ്രമിച്ചിട്ട് വെരിഫിക്കേഷൻ ബാക്കിൽ നോക്കുക. ആദ്യകാലങ്ങളിൽ ഒരു പക്ഷേ ഒരു 10-20 ചോദ്യം വരെയൊക്കെ വേണമെങ്കിൽ ഒരു 2 ദിവസം ചെലവഴിച്ചിട്ട് ഉത്തരം കിട്ടിയില്ലെങ്കിൽ ഉത്തരം നോക്കിക്കോളൂ. പക്ഷെ ഒരു 25ാമത്തെ ചോദ്യം തൊട്ട് ഒരു കാരണവശാലും നിങ്ങൾ ഉത്തരം കണ്ടെത്താതെ ബാക്കിലെ ഉത്തരം നോക്കരുത്. ആദ്യം ദിവസങ്ങൾ എടുക്കുമെങ്കിൽ അവസാന ചോദ്യം എത്തുമ്പോൾ നിങ്ങൾ മിനിറ്റുകൾ കൊണ്ട് അത് സോൾവ് ചെയ്യും. വേണമെങ്കിൽ ബുക്ക് രണ്ടാമത് നിങ്ങൾക്ക് ചെയ്യാം. അതുപോലെ പസിലുള്ള ധാരാളം ബുക്കുകൾ ഇന്ന് വിപണിയിൽ സുലഭമാണ്. ഈ പസിലുള്ള ബുക്കുകളൊക്കെ വാങ്ങിച്ച് സോൾവ് ചെയ്യൂ. അത് നിങ്ങൾക്ക് ഒരുപാട് ഗുണം ചെയ്യും. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഒരു ചോദ്യം ചോദിക്കാം. x-a ഗുണം x-b ഗുണം x-c അപ് ടു x-z എത്ര? ഇതൊരു പസിലാണ്. പെട്ടെന്ന് x⁻26 എന്നൊക്കെ പറയാൻ തോന്നും. പക്ഷേ റിവേഴ്സ് തിങ്കിങ് നിങ്ങൾക്ക് വേണം. റിവേഴ്സ് തിങ്കിങ് എന്ന് പറഞ്ഞാൽ ഉദാഹരണം പറയാം. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഒരു ട്രയാങ്കിളിൻ്റെ 3 ആംഗിൾസും കൂടെ കൂട്ടിയാൽ സം 180 ആണ്. തിരിച്ച് പറയാൻ കഴിയണം സം 180 എങ്കിൽ അത് ട്രയാങ്കിൾ ആണ്. ഈ റിവേഴ്സ് തിങ്കിങ് വേണം. ഇവിടെ ഇങ്ങനെ റിവേഴ്സ് ചിന്തിച്ച് നോക്കൂ. ഇത് x-z എങ്കിൽ അതിന് തൊട്ട് മുമ്പ് ആരാ? x-y. അതിന് തൊട്ട് മുമ്പ് ആരാ? x-x. x-x എത്ര? 0. 0 ഗുണം എനിത്തിങ് 0 അപ്പൊ അതിന്റെ ഉത്തരം 0. കിട്ടിയ ഉത്തരം ഇതാ. ഇതിന് ഒറ്റ ഇംഗ്ലീഷ് വാക്കായിട്ട് വായിക്കൂ. ഈ എഴുതിയിരിക്കുന്ന എല്ലാം നിങ്ങൾ വായിക്കുന്ന വാക്കിനകത്ത് വരണം. ട്രൈ ടു റീഡ് ഇറ്റ് ആസ് എ സിംഗിൾ ഇംഗ്ലീഷ് വേർഡ്. നല്ല മനസ്സിരുത്തി ആലോചിച്ചാൽ നിങ്ങൾ വായിക്കും അത് ബോണസ് എന്ന്. കാരണം എന്താ? അസ് എന്ന വാക്കിന്റെ മുകളിലാണ് ബി. ബി ഓൺ അസ്. അസിന്റെ മുകളിൽ ബി. ബി ഓൺ അസ് ബോണസ്. ഇപ്പൊ നിങ്ങൾ കുറച്ച് ചിന്തിച്ചാലേ ഇത് നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഈ ചിന്ത ഒരുപക്ഷെ അന്ന് ഈ ബോണസ് എന്ന ഉത്തരത്തിൽ എത്തിയില്ലെങ്കിൽ പോലും നിങ്ങൾ കുറച്ചു നേരം ചിന്തിച്ചപ്പോൾ ചിന്തിക്കാനുള്ള ശേഷി ബ്രെയിന് വർദ്ധിച്ചു. അത് മറ്റു പല പ്രശ്നങ്ങളും സോൾവ് ചെയ്യാൻ നിങ്ങളുടെ ബ്രെയിനിനെ സഹായിക്കും. നിങ്ങൾ ആരെങ്കിലും ഒരുപക്ഷെ ഒരു ആക്ഷേപിച്ച ഒരാളെന്ന് പറഞ്ഞാൽ അതിനെ ടിറ്റ് ഫോർ ടാറ്റ് എന്ന രീതിയിൽ പ്രതികരിക്കാൻ നിങ്ങൾക്ക് കഴിയണമെങ്കിൽ ഉയർന്ന ചിന്താശക്തി ആവശ്യമാണ്. അല്ല, പരീക്ഷ പാസ്സാവാൻ മാത്രമല്ല, ജീവിക്കാനും ഉയർന്ന ചിന്താശക്തി ആവശ്യമാണ്. അതുകൊണ്ട് ചിന്തിക്കൂ, നിങ്ങളുടെ ചിന്താശക്തി വളർത്തും. ഇനിയും 1-2 സാമ്പിൾ കൂടി തരാം. ഒരു ചോദ്യം. 5 + 5 + 5 = 550. ഇത് തെറ്റാണ്. എവിടെയെങ്കിലും ഇഷ്ടമുള്ള ആകൃതിയിൽ ഇഷ്ടമുള്ള രീതിയിൽ ഒരു വര നിങ്ങൾക്ക് വരയ്ക്കാം. പക്ഷെ 2 സൈഡും ഈക്വൽ ആവണം. ചോദ്യം എന്തായിരുന്നു? 5 + 5 + 5 = 550. ഒരു വര വരയ്ക്കാം. ആലോചിക്കൂ, ഉത്തരം കണ്ടെത്തൂ. ഇതാ നോക്കൂ, ഞാൻ ഇവിടെ വരയ്ക്കുകയാണ്. ഇപ്പൊ നോക്കൂ എന്തായി? ഒരു കുഞ്ഞ് വര വരച്ചപ്പോൾ 5 + 545 = 550 ശരിയായി. ഇങ്ങനത്തെ ചോദ്യങ്ങൾ കണ്ടെത്തൂ, ഉത്തരം കൊടുക്കൂ. ഇതാ റോമൻ 9 = 6. തെറ്റാണ്. എവിടെയെങ്കിലും നിങ്ങൾക്ക് ഒരു വര വരയ്ക്കാം, പക്ഷെ 2 സൈഡും തുല്യമാകണം. എന്ത് ചെയ്യണം? ഉത്തരം നോക്കാം. ഇതാണ് ചോദ്യം. ഞാൻ 1-2 പ്രാവശ്യം ചോദ്യം ആവർത്തിക്കുന്നു, കാരണം ഇതിന് 1-ലധികം ഉത്തരങ്ങളുണ്ട്. ഒരു രീതി ഞാൻ പറഞ്ഞു, ഒരു വര വരയ്ക്കാം, ഇഷ്ടമുള്ള ആകൃതിയിൽ ഇഷ്ടമുള്ളിടത്ത് വരയ്ക്കാം. ഇതാ ഞാൻ ഇങ്ങനെ ഒരു വര വരച്ചു, ഇവിടെ ഒറ്റ വരയാണ്. അപ്പം 6 = 6 ശരിയായില്ലേ? അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ വരച്ചു, അപ്പോൾ 1 × 6 = 6 ശരിയായില്ലേ? ഒറ്റ വരെ വരയ്ക്കുന്നുള്ളൂ. ഇതുപോലുള്ള ചോദ്യങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, ധാരാളം പസിലുകളുള്ള ബുക്കുകൾ ഇന്ന് വിപണിയിൽ സുലഭമാണ്. അത്തരം ബുക്കുകൾ കണ്ടെത്തി നിങ്ങൾ പരിശീലിക്കാൻ തുടങ്ങൂ. അങ്ങനെ നിങ്ങളുടെ ബ്രെയിനെ വളർത്തും. ഇനി മറ്റൊരു തരത്തിലുള്ള ചോദ്യം പരിചയപ്പെടുത്താം. ഒരു മാഗ്നറ്റ്
താഴെ വീണാൽ അതിൻ്റെ കാന്തികത മാഗ്നറ്റിസം കുറയുമെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. അതിനെപ്പറ്റിയാണ് ചോദ്യം. ഒരു മാഗ്നറ്റ് 20 മീറ്റർ പൊക്കത്തിൽ നിന്ന് താഴെ വീഴുമ്പോൾ അതിലുള്ളതിൻ്റെ 10% മാഗ്നറ്റിസം നഷ്ടപ്പെടുമെങ്കിൽ എത്ര വീഴ്ച കൊണ്ട് അത് പൂർണ്ണമായിട്ട് മാഗ്നറ്റ് അല്ലാതാകും? റിപ്പീറ്റ്. ഒരു മാഗ്നറ്റ് 20 മീറ്റർ ഉയരത്തിൽ നിന്ന് താഴോട്ട് വീഴുമ്പോൾ ഉള്ളതിൻ്റെ 10% മാഗ്നറ്റിസം നഷ്ടപ്പെടുമെങ്കിൽ എത്ര വീഴ്ച കൊണ്ട് അതിൻ്റെ മാഗ്നറ്റിസം ഇല്ലാതാകും? ഒന്നാലോചിക്കൂ. 10 എന്ന ഉത്തരം ആർക്കെങ്കിലും കിട്ടിയോ എന്ന് എനിക്കറിയില്ല. കിട്ടിയെങ്കിൽ അത് തെറ്റാണ്. നോക്കാം. ഒരു മാഗ്നറ്റിന് ഇപ്പൊ 100 യൂണിറ്റ് മാഗ്നറ്റിസം ഉണ്ടെന്ന് വിചാരിക്കുക. ഒന്നാമത്തെ വീഴ്ചയിൽ ആ 100ന്റെ 10%, അത് 10% മാഗ്നറ്റിസം പോവും. ബാക്കി 90% മാഗ്നറ്റിസം ശേഷിക്കും. ഇനി അടുത്ത രണ്ടാമത് വീഴുമ്പോൾ ഇപ്പൊ അതിന് 90 മാഗ്നറ്റിസമേ ഉള്ളൂ. 90ന്റെ 10%, അപ്പൊ ഇത്തവണ 9% മാഗ്നറ്റിസമേ പോവും. 90ൽ നിന്ന് 9 പോയി കഴിഞ്ഞാൽ ഇനി 81% ഉണ്ട് മാഗ്നറ്റിസം. ഇനി മൂന്നാമത്തെ വീഴ്ചയിൽ ഇത്തവണ 81 ഉള്ളൂ. അതിൻ്റെ 10% എന്ന് പറയുമ്പോൾ 8.1% നഷ്ടപ്പെടും. അപ്പോൾ 81 മൈനസ് 8.1 എന്ന് പറയുമ്പോൾ ഇനി നാലാമത്തെ വീഴ്ചയിൽ ഈ 72.9%ന്റെ 10%, അതായത് 7.29% നഷ്ടപ്പെടുന്നുള്ളൂ. നോക്കൂ, മാഗ്നറ്റിസവും കുറഞ്ഞു വരുന്നു, നഷ്ടപ്പെടുന്ന മാഗ്നറ്റിസിന്റെ അളവും കുറഞ്ഞു വരുന്നു. ബാക്കി ഞാൻ പറയുന്നില്ല, കാരണം പറഞ്ഞു തീർക്കണമെങ്കിൽ എൻ്റെ ഈ ആയുസ് എനിക്ക് തികയില്ല. നിങ്ങളും വീട്ടിൽ ഇരുന്ന് സമയം കിട്ടുന്നതനുസരിച്ച് ബാക്കി ഈ രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കൂ. നിങ്ങൾ വർഷക്കണക്കിനെടുത്ത് കാൽക്കുലേറ്റ് ചെയ്താലും 0 എത്താൻ പോകുന്നില്ല. ഇതൊരു ജോമെട്രിക് പ്രോഗ്രഷൻ ആണ്. ഒരിക്കലും 0 എത്താൻ പോകുന്നില്ല. അതുകൊണ്ട് 20 മീറ്റർ ഹൈറ്റിൽ നിന്ന് ഒരു മാഗ്നറ്റിസിനെ താഴോട്ട് ഇട്ടുകൊണ്ടിരുന്നാൽ മാഗ്നറ്റിസം കുറയുമെങ്കിലും അതൊരിക്കലും മാഗ്നറ്റ് അല്ലാതാകുന്നു. ഇത് ഈ രീതിയിലൊക്കെ ചിന്തിക്കാൻ നിങ്ങൾ പഠിക്കും. ഇനി അടുത്ത മറ്റൊരു തരത്തിലുള്ള ചോദ്യം പരിചയപ്പെടുത്താം. ഇങ്ങനെ ചോദ്യം കിട്ടുന്നത് 7D in a W. ഈ നമ്പറുമായി ബന്ധപ്പെടുത്തി ക്യാപിറ്റൽ ലെറ്റേഴ്സിന് നിങ്ങളൊരു ഫുൾ ഫോം കണ്ടെത്തണം. അതാണ് ചോദ്യം. ഈ നമ്പറുമായിട്ട് ബന്ധമുണ്ടാവണം. ചോദ്യം ചെയ്യപ്പെടാൻ കഴിയാത്ത ഒരു ഫുൾ ഫോം കൊടുക്കണം. ആ ഒരു ചോക്ക് കിട്ടില്ലേ? 7 days in a week. നിങ്ങൾക്ക് കിട്ടും 7 days in a week. ഇങ്ങനെ ഫുൾ ഫോം കണ്ടെത്താൻ ശ്രമിക്കൂ. 8P in the SS. 8P in the SS. ഈ നമ്പറുമായിട്ട് ബന്ധപ്പെടുത്തി ഈ അക്ഷരങ്ങൾക്ക് ഫുൾ ഫോം കണ്ടെത്തൂ. ഒരുപാട് ആലോചിച്ചാൽ നിങ്ങൾക്ക് കിട്ടും 8 planets in the solar system. അടുത്ത ചോദ്യം 7C in the W. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പെട്ടെന്ന് നിങ്ങൾക്ക് 7 colors in the white light എന്ന് പറയാൻ തോന്നും. തെറ്റാണ്. കാരണം ഒരക്ഷരത്തിൽ നിന്ന് ഒരു വാക്കേ വരാവൂ. അപ്പൊ വൈറ്റ് ലൈറ്റ് എന്ന് പറയുമ്പോൾ 2 വേർഡ് വന്നു പോകും. ഒരക്ഷരത്തിൽ ഒരു വാക്കേ വരാവൂ. അപ്പൊ ഇത് 7 colors ഇത് 7C in the WL എന്നായിരുന്നെങ്കിൽ 7 colors in the white light എന്ന് പറയാമായിരുന്നു. ഇത് 7C in the W എന്നേ ഉള്ളൂ. അതുകൊണ്ട് ഇതിന്റെ ഉത്തരം 7 continents in the world എന്നാണ്. ഇതുപോലെ നിങ്ങൾക്ക് ഒരുപാട് ചോദ്യം കിട്ടും. ഉദാഹരണത്തിന് 2W of a bee. ഈ ചോദ്യത്തിന് പ്രത്യേകത ഒന്നിലധികം ഉത്തരവുണ്ട് കേട്ടോ. 2 wheels of a bike ആവാം, 2 wheels of a bicycle ആവാം, 2 wings of a bird ആവാം. ഇങ്ങനെ ചില ചോദ്യങ്ങൾക്ക് ഒന്നിലധികം ഉത്തരം കണ്ടേക്കാം.
പിന്നെ ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ആരും പ്രതീക്ഷിക്കാത്ത മേഖല ചോദ്യം വരാം. ഫോർ എക്സാമ്പിൾ 5B ഓഫ് PP. 5B ഓഫ് PP. 5 ബ്രദേഴ്സ് ഓഫ് പഞ്ചപാണ്ഡവ. ഇങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കാത്ത മേഖലയിൽ നിന്നൊക്കെ ചോദ്യങ്ങളൊക്കെ വരാം. ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ സോൾവ് ചെയ്യാൻ ശ്രമിക്കൂ. ഇതോടെ ശ്രമിക്കുമ്പോൾ ഒരു കാര്യമുണ്ട്, ഒരുപാട് ജനറൽ നോളജ് ഉണ്ടെങ്കിൽ ഇത്തരം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പൂർത്തീകരിക്കാൻ കഴിയും. അപ്പോൾ ഇത്തരം ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ ശ്രമിച്ചാൽ നിങ്ങളുടെ ചിന്താശക്തിയും കൂടും, ലിങ്ക് ചെയ്യാനുള്ള കഴിവ് കൂടും, ജനറൽ നോളജ് കൂടും. അങ്ങനെ മൾട്ടി ലെവൽ ആയിട്ട് നിങ്ങളെ സഹായിക്കുന്ന ചോദ്യ ടൈപ്പാണ് ഇതെല്ലാം. ഇങ്ങനെ പല വിധത്തിലുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഇന്റർനെറ്റിൽ ഇന്ന് സുലഭമാണ്. ഇത്തരം ചോദ്യങ്ങളൊക്കെ കണ്ടെത്തോ സോൾവ് ചെയ്യാൻ ഒരു ചോദ്യം ചോദിക്കുന്നു. 5 മീറ്റർ നീളം, 4 മീറ്റർ വീതി, 3 മീറ്റർ ആഴം ഉള്ള ഒരു കുഴിയിലെ മണ്ണിന്റെ വോളിയം എത്ര? നീളം 5 മീറ്റർ, വീതി 4 മീറ്റർ, ആഴം 3 മീറ്റർ. അവിടെ ഒരു കാൽക്കുലേഷൻ ആവശ്യമില്ല. മണ്ണ് മാറ്റുമ്പോഴാണ് കുഴിക്കകത്തുള്ള മണ്ണിന്റെ വോളിയം 0. അത് നല്ല ചിന്തിക്കുന്ന ഒരാൾക്ക് പെട്ടെന്ന് പറയാൻ പറ്റും. ചിന്തിക്കുന്ന ഒരാൾ 5 × 4 × 3 അപ്പൊ 60 എന്നൊക്കെ വിളിച്ച് പറയും. ചിന്തിക്കുന്ന ഒരാൾ പെട്ടെന്ന് പറയും അത് 0. അപ്പൊ ഇത്തരത്തിലുള്ള ചിന്താശക്തി ഉണർത്തുന്ന പ്രാക്ടീസ് നിങ്ങൾക്ക് വേണം. അല്ലെ മറ്റൊരു ചോദിക്കുന്നു, നരേന്ദ്രമോദി ഈസ് എ ഡാഷ് ഓഫ് ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. അവിടെ ഡാഷിന് ഒരു ഉത്തരം കണ്ടെത്തും. നരേന്ദ്രമോദി ഈസ് എ ഡാഷ് ഓഫ് ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. കുറച്ചേരം ആലോചിക്കൂ. അവിടെ ഒരൊറ്റ വാക്കേ പറയാൻ പറ്റൂ, നെയിം. നരേന്ദ്രമോദി ഈസ് എ നെയിം ഓഫ് ദ പ്രൈം മിനിസ്റ്റർ ഓഫ്. ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദ്യങ്ങളുള്ള പസിലുകളും റിഡിൽസും ഉള്ള ബുക്കുകൾ നിങ്ങൾക്ക് കിട്ടും. അതൊക്കെ വാങ്ങിച്ച് ഒരു ദിവസം ഒരു അരമണിക്കൂറെങ്കിലും ഇത്തരം ബുക്കുകൾക്ക് വേണ്ടി ചെലവഴിക്കൂ. നിങ്ങളുടെ ബ്രെയിൻ കപ്പാസിറ്റി വളരെയധികം വർദ്ധിക്കും, ഒരുപാട് കഴിവ് കൂടും. അത് നിങ്ങൾക്ക് ഉയർന്ന തലത്തിലുള്ള പല പരീക്ഷകൾക്കും നിങ്ങളെ സഹായിക്കും. പെട്ടെന്ന് തീരുമാനമെടുക്കാൻ കഴിയണം. ആ രീതിയിലൊക്കെ പ്രവർത്തിക്കൂ. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.